ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാം. സൗണ്ട് ഇല്ല മാം. ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. Hello. Hello. Clear. Clear. Yes. Mute ചെയ്തേരല്ലേ നിങ്ങൾ പറയും ഞാൻ പറയുന്നതൊക്കെ എക്കോ ആയിട്ട് ഇങ്ങോട്ട് തന്നെ വരുന്നു. എവരിത്തിങ് ക്ലിയർ അല്ലേ? ശരിയായില്ലേ? എല്ലാം ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ അശ്വതി മിസ്സിന്റെ ഹെൽത്ത് ഓക്കെ വരുന്നുള്ളൂ. ജസ്റ്റ് ഇന്നുകൂടി മിസ് എന്നോട് എന്റെ അവർ എടുക്കുക എന്ന് പറഞ്ഞിരുന്നതാണ്. ഞാൻ നിങ്ങളോട് അങ്ങനെയാണല്ലോ പറഞ്ഞിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം. അപ്പൊ മിസ്സിന് ഓക്കെ ആവട്ടെ. അപ്പൊ ഇന്ന് ഞാൻ തന്നെ കയറാം, എന്റെ അവർ ഞാൻ തന്നെ കയറാമെന്ന് വിചാരിച്ചു. സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് നമ്മള് ടീച്ചർ എവിടെ വരെയൊക്കെ എടുത്തു എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കോമൺ റൂട്ട് വേർഡ്സ് ആണ്. റൂട്ട് വേർഡ്സ് എടുത്തിട്ടില്ലല്ലോ ആരും? പ്രിഫിക്സും സഫിക്സും ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. പ്രിഫിക്സ് അശ്വതി മിസ് എടുത്തതിന്റെ ബാക്കിയിൽ നിന്ന് ഞാൻ എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്തിരുന്നു. സഫിക്സ് നമ്മുടെ ആതിര കേസ് മിസ് എടുത്തിരുന്നു അല്ലെ? ആതിര മിസ് എടുത്തു. യെസ്. ആൻഡ് അടുത്ത ഇനി അബ്രീവിയേഷൻ ഇനി അശ്വതി ടീച്ചർ വരും. അതോടൊപ്പം തന്നെ മറ്റേ ആതിര ടീച്ചറിന്റേതും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പോർഷൻസ്. ടീച്ചറും അങ്ങനെയായിട്ട് എടുത്ത് തീർത്തോളും. കാരണം ഇനി ഈ ഒരു ആഴ്ചയിൽ എന്റെ ഒരു ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ക്ലാസ് ഇല്ലല്ലോ. അപ്പൊ അവരെന്തോരും കൂടി എടുത്ത് തീർക്കും. ഇൻ കേസ് തീർന്നില്ല എങ്കിൽ നോക്കാം. അപ്പൊ കോമൺ റൂട്ട് വേർഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. വായിച്ചൊക്കെ നോക്കിയോ? എല്ലാ എന്താ പറയാ നമ്മളുടെ മെഡിക്കൽ ടേംസ് എല്ലാം തന്നെ കുറെ തന്നിട്ടുണ്ട് നമുക്ക്. നമ്മൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് മുഴുവനും നമുക്ക് കാണാതെ പഠിക്കാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആൻഡ് സൗകര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ കുറച്ച് തന്നിട്ടുണ്ട്. അതായത് എക്സാമിന് വേണ്ടി മാത്രം, വീണ്ടും ഞാനത് പറയുകയാണ്, എക്സാമിന് വേണ്ടി മാത്രം നമ്മളത് കുറച്ച് നിങ്ങൾക്ക് കൺവീനിയന്റ് ആകുന്ന രീതിയിൽ പഠിക്കട്ടെ. എന്തായാലും എക്സാംസ് എഴുതി നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ആണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ഓൾ അതിന് ശേഷം നിങ്ങൾ ഇത് ഓരോന്നും കുറച്ച് സമയം കിട്ടുമ്പോൾ ഒരു 5 വീതമൊക്കെ പഠിച്ചു വെച്ചാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ? കാരണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ അവര് പല സ്ഥലത്തും ഉപയോഗിച്ച് കേൾക്കുമ്പോൾ നമുക്കും കൂടി എന്താ പറയാ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് റൂട്ട് വേർഡ്സ് ആണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് പോലെ തന്നെ ഇന്ന് നമ്മൾ റൂട്ട് വേർഡ്സ് പറയും. റൂട്ട് വേർഡ്സിന്റെയും റൂട്ട് വേർഡ്സിന്റെയും ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ മാർക്ക് ചെയ്യും. ആൻഡ് അതനുസരിച്ച് ചെയ്യാം. ഓക്കെ?
എടുത്തോ? നോട്ടൊക്കെ എടുത്തല്ലോ എല്ലാവരും? സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കോമൺ റൂട്ട് വേർഡ്സ് ആണ്. റൂട്ട് വേർഡ് ആൻഡ് ദെയർ മീനിങ്സ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൂട്ട് വേർഡ്സും അധികം ഇല്ലാന്ന് തോന്നുന്നു. എത്ര ഉണ്ട്? യെസ്, 79 ഉണ്ട് കേട്ടോ. 79 ഉണ്ട്. പറ്റാവുന്നിടത്തോളം ഞാൻ എടുക്കും. ബാക്കിയുള്ളത് മിസ് വരുമ്പോ മിസ്സിന്റെ അവേഴ്സ് ഒക്കെ എടുത്തോളൂ. ഓക്കെ, സോ റൂട്ട് വേർഡ്സ് ACOU, that means ഹിയർ, കേൾക്കുക എന്നുള്ള അർത്ഥം വരുന്ന ഒരു റൂട്ട് വേർഡ് ആണ്. എന്താ റൂട്ട് വേർഡ്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു മെഡിക്കൽ ടേംസ്. It's a language used in the health care centers, hospitals as internationally accepted ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മെഡിക്കൽ ടേംസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹോസ്പിറ്റൽ പ്രൊഫഷണൽസ്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലൊക്കെ പ്രൊഫഷണൽസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ they use such prefixes, suffixes, root words and also abbreviations for convenience നാണ്. കാരണം അത് എന്താ പറയാ, ഇങ്ങനെ ഒത്തിരി പല കാര്യങ്ങളൊക്കെ പേഷ്യൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെയുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ മരുന്നുകൾ, അതിനൊക്കെ അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കേണ്ട രീതികളെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുമ്പോൾ നമുക്കല്ല അവിടെയുള്ള പ്രൊഫഷണൽസിന് തന്നെ പല കാര്യങ്ങളും പെട്ടെന്നൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇത്തരം അബ്രിവിയേഷൻസ് ആണ് ഉപയോഗിക്കുക. അതും ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രിവിയേഷൻസും സഫിക്സും റൂട്ട് വേർഡ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളുടെ അതുപോലെ അതിനെ നമ്മളുടേതായിട്ടില്ല. ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഷോർട്ട് ആയിട്ടൊക്കെ പറയും. നമ്മൾ പല കാര്യങ്ങളും മെസ്സേജസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്നവരാണ്. എല്ലാവരും ഫോണില് പണ്ടൊക്കെ ആളുകൾ പരസ്പരം കൂടി ചേർന്നിരുന്ന് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിരുന്നു. സമയം കണ്ടെത്തി സംസാരിക്കാനും അല്ലെ, മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സംസാരിക്കാൻ, കാര്യങ്ങൾ ഷെയർ ചെയ്യാനും എന്താ പറയാ, സമയമില്ലെങ്കിൽ അതൊക്കെ കണ്ടെത്തി അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിരുന്നു. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഫോണിന്റെ ആ ഒരു ഇത് വർദ്ധിച്ചപ്പോ, ഫോണിന്റെ ഉപയോഗമൊക്കെ കൂടി കഴിഞ്ഞപ്പോ പിന്നെ ആളുകൾ കാണുന്നത് നിർത്തി എന്ത് കാര്യമുണ്ടെങ്കിലും വിളിച്ചു പറയുക അല്ലെ, ഫോണിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ അത് ഫോണില് അപ്പൊ അന്നേരം സൗണ്ട്, നമ്മളുടെ ആക്ച്വൽ സൗണ്ട് അങ്ങോട്ട് കേൾക്കാം. അപ്പുറത്തെ തലയ്ക്ക് നിൽക്കുന്ന ആളുകളുടെ സൗണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാം അല്ലെ. വളരെ പ്രിയപ്പെട്ടവരൊക്കെ അകത്തുള്ള സ്ഥലങ്ങളില് അബ്രോഡൊക്കെ പോയി ജോലി ചെയ്യുമ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കുക വല്ലപ്പോഴൊക്കെയാണ്, അല്ല മാസത്തിലൊരിക്കലും അടുത്ത വീട്ടിലോ അപ്പുറത്തൊക്കെയാണ് അതിന്റെ കോളൊക്കെ വരുമ്പോ ആ കേൾക്കാനുള്ള ഒരു ആകാംക്ഷ നമ്മൾക്ക്. ഇന്ന് അതുമില്ല, സൗണ്ടും കേൾക്കണ്ട, കാണുകയും വേണ്ട, ഓൺലി മെസ്സേജസ് ടൈപ്പ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ പല ചെറിയ ചെറിയ ഷോർട്ട് ഫോംസ് ഒക്കെ നമ്മൾ പലപ്പോഴും കമ്മ്യൂണിക്കേഷനില് മെസ്സേജസിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് നമുക്ക് തോന്നിയ പോലെയൊക്കെ നമ്മൾ ചെറുതാക്കും അല്ലെ. നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകും എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഏതെങ്കിലും പല പല ജില്ലകളിൽ മാറിപ്പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഷോർട്ട് ഫോം ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ, അങ്ങനെ അല്ലെ, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതല്ല. പക്ഷെ മെഡിക്കൽ ടേംസ് ഇന്റർനാഷണലി ലെവലിൽ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന മെഡിക്കൽ ടേംസ് ആണ്. അത് ഹാവ് ടു ബി യൂസ്ഡ് ബൈ ദ ഹെൽത്ത് കെയർ ഓർ ഹോസ്പിറ്റൽ പ്രൊഫഷണൽസ്. ഓക്കെ, സോ ACOU എന്താണ്? ഹിയർ എന്നാണ് അതിന്റെ മീനിങ്. ADIP, ഫാറ്റ്, ഇത് മെയിൻ പാർട്ട് ഓഫ് ദ വേർഡ് ആണ്. ഒരു മെയിൻ ചീഫ് പാർട്ട് ഓഫ് എ വേർഡ് ആണ് കേട്ടോ റൂട്ട് വേർഡ്സ് എന്ന് പറയുമ്പോൾ. ഇതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ ചിലപ്പോൾ പ്രിഫിക്സോ സഫിക്സോ ഒക്കെ ചേർന്നൊക്കെ വരും. സോ ആ ഒരു വേർഡ് മാറും അല്ലെ, ഏതെങ്കിലും മറ്റൊരു ടേം ആയി മാറും. സോ ആ അങ്ങനെ ഉപയോഗിക്കുന്ന റൂട്ട് വേർഡ്സ് ആണ് ADIP. അതിന്റെ മീനിങ് FAT, ഫാറ്റ് ആണ്. ALB, ആൽബ് എന്ന് പറയുന്നത് വൈറ്റ്, WHITE, വൈറ്റ് എന്ന് പറയുന്ന ഒരു കളർ, അതിനെ സൂചിപ്പിക്കുന്ന ഒരു മീനിങ് വരുന്ന ഒരു വേർഡ് ആണ് ALB എന്ന് പറയുന്ന റൂട്ട് വേർഡ്. ALGES എന്താണത്? പെയിൻ, വേദന അല്ലെ. ALGES ഇറ്റ് മീൻസ് പെയിൻ എന്നാണ് കേട്ടോ. ആൻഡ് ANDR ഏതാണത്? മെയിൽ, MALE, മെയിൽ. ആൻഡ്രോളജി, ഇറ്റ്സ് എ ഡിപ്പാർട്ട്മെന്റ് ഫോർ ആൻഡ്രോളജി ആൻഡ് യൂറോളജി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചത്? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന 5th ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. അതിൽ എന്താ പറയാ, മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, യൂറിനറി ട്രാക്ട് സിസ്റ്റം ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. ഇതിനു വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആണ് യൂറോളജി, ആൻഡ്രോളജി ഒക്കെ കേട്ടോ. അപ്പൊ ANDR മെയിൽ ആണ് കേട്ടോ, മെയിൽ. AORTA, large artery exiting from the left ventricle of the heart. ഹാർട്ടിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും പുറത്തേക്ക് ഉള്ള ഒരു വലിയ ആർട്ടറി, അതിന്റെ ഒരു മെയിൻ വേർഡ് ആണ് AORTA. ആ ഗുഡ് വേർഡ് അതാണ് AORTA എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ AQUA, അക്വാ, അക്വാറ്റിക്
വാട്ടറിൽ ജീവിക്കുന്ന ജീവികൾ, അക്വാട്ടിക് എന്താ പറയാ നമ്മള് എന്താ പറയാ അക്വാട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സ്. അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളത്തില് എന്താ പറയുക പായലും അല്ലെങ്കിൽ അതിനകത്തൊക്കെ മുളച്ചു വരുന്ന ചില ചെറിയ ചെറിയ പ്ലാന്റ്സ് ആണ്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കുക. അപ്പൊ വാട്ടർ ആണ്, അക്വ മീൻസ് വാട്ടർ ആണ്. അടുത്തത് ASPHY, 5G, and lack of oxygen or excess of carbon dioxide in the body that results in unconsciousness. അതായത് നമ്മളുടെ ശരീരത്തിലെ എന്താ പറയാ ഓക്സിജന്റെ അഭാവം, ഓക്സിജൻ ഇല്ലാതിരിക്കുന്നതും അതേസമയം കാർബൺ ഡയോക്സൈഡ് അതിന്റെ അളവ് കുറച്ച് കൂടുതലും ആകുമ്പോൾ എന്താ പറയാ ഒരു തരം അൺകോൺഷ്യസ്നെസ്, ഓക്സിജൻ ലെവലൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു തലചുറ്റലൊക്കെ. അതാണ് ASPHY എന്ന് പറയുന്ന ആ ഒരു റൂട്ട് വേർഡ്, അതിന്റെ മീനിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ ASTHEN, വീക്ക് എന്നാണ്. WEAK കേട്ടോ. WEAK എന്ന് പറയുന്ന വീക്ക് എന്താ, ക്ഷീണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ASTHEN. AUDI, ഓഡി, ടു ഹിയർ, കേൾക്കുക എന്നുള്ള അർത്ഥമാണ് ഓഡി അല്ലെ, കേൾക്കുക, കേൾവിക്കാർ, ഓഡിയൻസ് അല്ലെ, ഓഡിയോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ദാറ്റ് ഈസ് ടു ഹിയർ, കേൾക്കുക എന്നുള്ള അർത്ഥം വരുന്ന വേർഡാണ്, റൂട്ട് വേർഡാണ് AUDI. നമുക്ക് ഈ പേജില് അല്ലെങ്കിൽ ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള 10 വരെയുള്ള റൂട്ട് വേർഡ്സിൽ ഏതാണ് ഇമ്പോർട്ടന്റ് എന്നൊന്ന് വേഗം മാർക്ക് ചെയ്യാൻ, എന്നിട്ട് വേണം അടുത്ത പേജിലേക്ക് പോകാൻ. ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പേജ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ വേറെ രീതിയിലാണെങ്കിൽ അതൊന്ന് നോക്കണേ. 10 വരെയുള്ളതിൽ അണ്ടർലൈൻ ചെയ്യേണ്ടത്, ടിക്ക് ഇടേണ്ടത് അഞ്ചാമത്തെ, 5th one, അഞ്ചാമത്തെ ടിക്ക് ചെയ്യുക ANDR. then 7th one AQUA, വാട്ടർ. അടുത്തത് 8th one ASPHYXIA, lack of oxygen but excess of carbon dioxide. ഇത് രണ്ടും കൊണ്ട് ഉണ്ടാകുന്ന അൺകോൺഷ്യസ്നെസ്. അത് 8ാമത്തേത്. 9 ASTHEN ഉം AUDI. ഇത്രയും ടിക്കിട. 5 എണ്ണമേ, 5, 7, 8, 9, 10. 5, 7, 8, 9, 10 ടിക്ക് ചെയ്തോ? ചെയ്തോ? യെസ്, ഓക്കെ. ചെയ്യുമ്പോ ഒന്ന് പറയണം കേട്ടോ, ഒന്ന് ഒരു തമ്പൊക്കെ ഇടുക. ഇപ്പുറത്ത് കുറച്ച് പേര് തമ്പിടുന്നുണ്ട്. നമ്മളുടെ ഈ നോട്ട് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഐ കനോട്ട് സീ. ഇപ്പുറത്ത് എനിക്ക് ഞാൻ ഇരിക്കുന്നതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇരിക്കുന്നവരുടെയാണ് കുറച്ച് കൂടെ കാണാൻ പറ്റുന്ന പേരുകൾ. അപ്പൊ അവരൊക്കെ ഒന്ന് തമ്പിടുകയോ അല്ല മിസ് ഒന്നുകൂടി പറയുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യും കേട്ടോ. ഓക്കെ, യെസ്. അടുത്തത് നമുക്ക് 11th one തുടങ്ങി നോക്കാം. ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടേക്കോ ഡിപ്പാർട്ട്മെന്റിൽ നമ്മള് റെസ്പിറേറ്ററി സിസ്റ്റത്തിലൊക്കെ പറഞ്ഞതാണ് കേട്ടോ. BRONCH, ബ്രോങ്ക് അല്ലെങ്കിൽ ബ്രോങ്കി എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ബ്രോങ്കൈ വിൻഡ് പൈപ്പാണ് കേട്ടോ. ബ്രോങ്കൈറ്റിസ് എന്ന് പറയില്ലേ ആ ഒരു വേർഡ്, അതിന്റെ ഇപ്പുറത്തെ കൂടി ITIS കൂടി ചേർക്കുമ്പോൾ ബ്രോങ്കൈറ്റിസ് ആയി. അല്ലെങ്കിൽ ബ്രോങ്കൈ BRONCHI, ബ്രോങ്കൈ വിൻഡ് പൈപ്പാണ് കേട്ടോ. അതിന്റെ റൂട്ട് വേർഡ്, അതിന്റെ മീനിങ് വിൻഡ് പൈപ്പാണ്. BUCC, ചീക്കാണ്. BUCC represents cheek. അടുത്ത BURSA, pouch or sack. അത് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ ഒരു എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ലെ. നമ്മളുടെ എന്താ പറയാ ഗാൾ ബ്ലാഡർ ഒക്കെ പോലത്തെ ഒരു സാക്ക്, ആ സാക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റൂട്ട് വേർഡാണ് BURSA. CALLUS, that is hard or thick skin, also meshwork of collective tissue that forms. അതായത് ചില സ്കിന്നിന്റെ ചില സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന കാര്യം പറയാനാണ് CALLUS എന്ന് പറയുന്നത്. ഹാർഡ് സ്കിൻ അല്ലെങ്കിൽ തിക്ക് സ്കിന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ സാധാരണ ടിഷ്യൂവിൽ നിന്ന് കുറച്ച് മെഷ് ആയിട്ട് കിടക്കുന്ന സ്കിന്നിന്റെ ആ ഒരു സ്ട്രക്ചർ, അതാണ് CALLUS എന്ന് പറയുന്ന റൂട്ട് വേർഡ് അല്ലെങ്കിൽ ചീഫ് പാർട്ട് ഓഫ് ദ വേർഡ്. അടുത്തത് CARCIN, ക്യാൻസർ ആണ്. CARCIN, ക്യാൻസറിന്റെ ഒരു റൂട്ട് വേർഡ്, മീനിങ് വരുന്ന റൂട്ട് വേർഡ് ഇതാണ് CARCIN. അടുത്തത് CAROTID, എന്താണത്? ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക്, നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തുള്ള വലിയ ആർട്ടറീസിനെയാണ് CAROTID എന്ന് പറയുന്ന റൂട്ട് വേർഡ് കൊണ്ട് represent ചെയ്യുന്നത്. CAROTID, ഗ്രേറ്റ് ആർട്ടറീസ് ഓഫ് ദ നെക്ക്.
അടുത്തത് കാർപ്പസ് ആണ്, CARPUS, റിസ്റ്റ് ആണ്. റിസ്റ്റ് നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗം. വാച്ച് കിട്ടുന്ന നമ്മളിങ്ങനെ പറയില്ലേ, വാച്ചിനെ എങ്ങനെ പറയാ, റിസ്റ്റ് വാച്ച് എന്ന് വിളിക്കും അല്ലെ, അതായത് കയ്യിൽ കിട്ടുന്ന വാച്ച്. മറ്റു വാച്ച് ഉണ്ടല്ലോ, അതിന് ചിലരൊക്കെ ക്ലോക്കിനെയും വാച്ച് തന്നെയാ പറയാ. ടു ദ തിങ് വിച്ച് ഈസ് യൂസ്ഡ് ടു നോ ദ ടൈം, സമയം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു വസ്തു ആണ്, എക്യുപ്മെന്റ് ആണ്. അത് നമ്മൾ വാച്ച് എന്ന് വിളിക്കാം, ക്ലോക്ക് എന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിലും. പക്ഷെ നമ്മൾ കയ്യിൽ കിട്ടുന്നത് റിസ്റ്റ് വാച്ച് മീൻസ് കയ്യിൽ കിട്ടുന്നത് മാത്രമാണ്. CARPUS കാർപ്പസ് ആണ് റിസ്റ്റ്. അടുത്ത CENT, ഇറ്റ്സ് എ ഫ്രാക്ഷൻ ഓഫ് മെട്രിക് സിസ്റ്റം 100th അല്ലെങ്കിൽ 100, അതായത് നമ്മളിങ്ങനെ പറയില്ലേ സെന്റിമീറ്റർ. സെന്റിമീറ്റർ, മീറ്ററിൽ എത്ര ഭാഗം, സെന്റിമീറ്റർ. അതങ്ങനെ പറയുമ്പോൾ 1/100 അല്ലെ. ഇത് 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്. സെന്റ് ആ ഒരു സംഭവമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വിളിക്കാം എന്ത്, പെർസെന്റ്. സെന്റ്, അപ്പോഴും അവിടെ സെന്റ് വരുന്നുണ്ട്. പെർസെന്റേജ്, സെന്റേജ്. അത് CENT 100നെയാണ് സൂചിപ്പിക്കുക, 100 എന്നൊക്കെ പറയാം. അടുത്തത് CENTE, ടു പങ്ക്ചർ എ ബോഡി ക്യാവിറ്റി. ടു പങ്ക്ചർ എ ബോഡി ക്യാവിറ്റി, അതാണ് CENTE എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു റൂട്ട് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് CILI, എന്താണ്, ഐലിഡിനെയാണ് സൂചിപ്പിക്കുക. CILI, ജസ്റ്റ് നമ്മളൊന്ന് ഒരു കുറെ പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് അത് തന്നെ അതിന്റെ വേർഡ്, ആ റൂട്ട് വേർഡ് പ്രൊനൗൺസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ സ്പെല്ലിംഗ് നോക്കുക, അതിന്റെ മീനിങ് നോക്കുക. ഓക്കെ. CILI ഐലിഡ് ആണ്, കണ്ണിന്റെ ആ ഒരു ലിഡാണ്. അടുത്തത് CLEID/O, ഏതാണ് CLEID, സ്ലാഷ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബ്രാക്കറ്റ് അല്ല, അത് സ്ലാഷ് ആണ് കേട്ടോ, ഒരു ചെറിയ വരാം, അതിനെയാണ് നമ്മൾ സ്ലാഷ് എന്ന് വിളിക്കാം. CLEID ക്ലാവിക്കിൾ ആണ്. ക്ലാവിക്കിൾ എന്താ, ക്ലാവിക്കിൾ ബോൺ കേട്ടോ, ബ്യൂട്ടി ബോൺ ഓഫ് ഗേൾസ് അല്ലെ, പെൺകുട്ടികളുടെ ഒക്കെ ഒരു ബ്യൂട്ടി ബോൺ ഉണ്ട് ഇവിടെ. നമ്മുടെ ഈ നെക്കിന്റെ ഈ ഷോൾഡറിന്റെ ഇടയിലായിട്ട് ഒരു ബോൺ ഉണ്ട്. അത് എല്ലാവരെയും ഒന്നും കാണാൻ പറ്റില്ല, ചിലവരെയൊക്കെ കാണാൻ പറ്റുള്ളൂ അല്ലെ. വിസിബിൾ ആയിരിക്കും അതിൽ ഇങ്ങനെ നന്നായിട്ട്. അതൊരു ഈ എന്താ പറയാ, നമ്മളുടെ ഇതിനൊക്കെ പങ്കെടുക്കാനായിട്ട് പോകുന്ന പെൺകുട്ടികളൊക്കെ ആ ഒരു ബോഡി ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് അവരുടെ ബോഡിയുടെ ഷേപ്പും ബ്യൂട്ടിയും ഒക്കെ അത്രയും കോൺഷ്യസ് ആയിട്ടുള്ളവർ അതൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് നോക്കും. ക്ലാവിക്കിൾ ബോൺ. CLAVICLE ക്ലാവിക്കിൾ ആണ്. CUBITUS എന്താണ്, എൽബോ. എൽബോ ആണ്, മുട്ട് ഭാഗമാണ്. CUBITUS എൽബോ എന്നാണ് ഇതിന്റെ മീനിങ്. CYCL സർക്കിൾ, നമ്മള് സൈക്കിളിന്റെ ടയർ അതൊക്കെ സർക്കിൾ ആണ്. സർക്ലിക് അല്ലെങ്കിൽ സൈക്ലിക് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. സൈക്ലിക് മീൻസ് സൈക്കിളിന്റെ ഷേപ്പ് ഉള്ളത്, സർക്കിൾ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. CYCL സർക്കിൾ ഓർ സൈക്കിൾ, അത് രണ്ടിനും കൂടി ഉപയോഗിക്കുന്ന ഒരു റൂട്ട് വേർഡ് ആണ്. DIGIT ഡിജിറ്റ്, ഫിംഗർ ഓർ ടോ. ഇവിടെ ഫിംഗർ ഭാഗം, ഇത് കാലിലേക്ക് ആ ഒരു ഭാഗം, ടോ പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ ഉപയോഗിക്കാനാണ് DIGIT എന്ന് പറയുന്ന ഒരു റൂട്ട് വേർഡ് ഉപയോഗിക്കുന്നത്. DIGIT ഫിംഗർ ഓർ ടോ. അടുത്തത് EDE സ്വെല്ലിംഗ് ആണ്. സ്വെല്ലിംഗ്, നീർക്കെട്ട് അല്ലെ, സ്വെല്ലിംഗ്, അതാണ് EDE എന്ന് പറയുന്ന റൂട്ട് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്വെല്ലിംഗ്. അടുത്ത ESTHESI/O റിലേറ്റിംഗ് ടു സെൻസേഷൻ ഓർ പെർസെപ്ഷൻ, സെൻസേഷനുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. ESTEHESI എന്താണ്, അനസ്തേഷ്യ, അനസ്തെറ്റിക്. അപ്പൊ അതിന്റെയൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ചില വേർഡുകളൊക്കെ, ചില അക്ഷരങ്ങളൊക്കെ ചേരുമ്പോൾ അത് വേറെ വേർഡായിട്ട് മാറും. അപ്പൊ അത് റിലേറ്റിംഗ് ടു സെൻസേഷൻ, സെൻസേഷൻ മനസ്സിലാക്കാനായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യമാണ് കേട്ടോ. അപ്പൊ അതിന്റെ മുന്നിലോ പറയിലോ ഒക്കെ വരുമ്പോ എന്താ പറയാ, നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നതിന്റെയൊക്കെ ആ ഒരു പാർട്ട്, ചീഫ് പാർട്ട് അവിടെ വന്നിട്ടുണ്ട്. അതിന്റെ മുൻപിൽ AN എന്നും അതുപോലെ തന്നെ ഇപ്പുറത്ത് TIC എന്നൊക്കെ ചേരുമ്പോ ഇറ്റ് ബിക്കംസ് അനദർ വേർഡ്, അത് മറ്റൊരു ടേമായിട്ട് മാറും. FEBR ഫീവർ ആണ്. FEBR ഫീവർ എന്ന് പറയുന്ന വേർഡിനെയാണ് സൂചിപ്പിക്കുന്നത്. FLEX ഫ്ലെക്സ്, ഫ്ലെക്സ് മീൻസ് ഫ്ലെക്സിബിൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഫ്ലെക്സിബിൾ എന്ന് പറയുന്ന വേർഡ്, ഫ്ലെക്സ് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് ഉണ്ടായത്. അതിന്റെ മുമ്പിൽ എന്താ പറയാ, വേർഡ് കഴിയുമ്പോൾ ഒരു സഫിക്സ് കൂടി ചേർത്തിട്ടാണ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്ന വാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ടു ബെൻഡ്, ബെൻഡ് ചെയ്യാൻ പറ്റുന്നത്, വളയ്ക്കാൻ പറ്റുന്നത്, വളയുന്നത് എന്നൊക്കെ മീനിങ് ഉണ്ട്. അടുത്ത FORAMEN ഓപ്പണിംഗ്. ഫോറാമൻ മീൻസ് ഓപ്പണിംഗ് ആണ്, തുറന്ന ഭാഗം, തുറന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ഓപ്പണിംഗ്. വീണ്ടും ഫ്ലെക്സ് 2 പ്രാവശ്യം ആവർത്തിച്ചു വന്നതാണ്, അത് തന്നെയാണ് ഫോറാമനും. അത് റിപ്പീറ്റ് ചെയ്ത് പോയതാണ് കേട്ടോ. 28, 29 തന്നെ വീണ്ടും എന്താ പറയാ, 28ലും 29ലും ആവർത്തിച്ചു വന്നേക്കുന്നത്. അത് നിങ്ങൾക്ക് അതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ? അപ്പൊ 27 വരെയാണ് ആ പേജിലുള്ളത്. സോറി, 27 അല്ല, 28 വരെ.
ഫ്ലെക്സ് വരെ. പിന്നീട് ആ ഫ്ലെക്സും ഫൊറാമിനും 2 പ്രാവശ്യം ആവർത്തിച്ചു വന്നതാണ്. മനസ്സിലായി കാണും. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് അണ്ടർലൈൻ ടിക്ക് ഇടുക ഏതൊക്കെയാണെന്ന്. 11ാമത്തെ ടിക്ക് ചെയ്യണം. BRONCH ബ്രോങ്ക്. ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നതിന്റെയൊക്കെ ഒരു റൂട്ട് വേർഡ് BRONCH. 11ാമത്തെ ടിക്ക് ചെയ്യുക. 15 കേട്ടോ, 15th one CARCIN ക്യാൻസർ. 15 15th one കാർപ്പസ് CARPUS. CARPUS. അടുത്തത് 19th one CENTE. അടുത്തത് 19th one പറഞ്ഞു. അടുത്തത് 23 സൈക്കിൾ. സർക്കുലർ സൈക്കിൾ എന്നർത്ഥം വരുന്ന CYCL. 23rd one 23rd one. Then 27th one FEBR. ടിക്കറ്റോ എത്ര എണ്ണം ടിക്കറ്റ് ഉണ്ടെന്നൊന്ന് പറഞ്ഞേ, നിങ്ങൾ തന്നെ പറഞ്ഞേ. എത്ര എണ്ണം നമ്മൾ ഈ പേജില് 11 തുടങ്ങി 28 വരെയുള്ളതിൽ എത്ര എണ്ണം ടിക്കറ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ആരെങ്കിലും ടൈപ്പ് ചെയ്താൽ എല്ലാവർക്കും അറിയാൻ പറ്റും എത്രാമത്തേക്കാണെന്ന്. ഇനി ചിലപ്പോ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ. 6 എണ്ണമാണ്. എല്ലാവർക്കും 6 എണ്ണം കിട്ടിയോന്ന് നോക്കുക. കിട്ടിയല്ലോ? യെസ്, കറക്റ്റ് ആണ്. നോക്കിയാൽ മതി. ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അശ്വന്ത് സീജ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അത് കറക്റ്റ് ആയോ നോക്കിയാൽ മതി. വെരി ഗുഡ്, താങ്ക് യു. അടുത്തത് FRACT ഫ്രാക്ഷൻ. ഫ്രാക്ചർ മീൻസ് എന്താ? ബ്രേക്ക് അല്ലെ? ഒടിയുക ഒക്കെ, ബ്രേക്ക് ചെയ്യുക എന്നൊക്കെ അർത്ഥമാണ്. FRACT ബ്രേക്ക് ആണ് അതിന്റെ മീനിങ്. GEST ക്യാരി, പ്രൊഡ്യൂസ് എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. കൺജഷൻ എന്ന് പറയുന്ന വേർഡുകൾ, അതൊക്കെയാണ് അതിന്റെ മീനിങ്. ക്യാരി ഓർ പ്രൊഡ്യൂസ്. ഏതെങ്കിലും ഒക്കെ 1-2 ഒക്കെ പഠിച്ചാൽ മതി കേട്ടോ. എല്ലാം പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ടിക്ക് ചെയ്ത് തരുന്നതിൽ മെയിൻ ആയിട്ടുള്ളതൊക്കെ പഠിച്ചാൽ മതി. GEST ക്യാരി ഓർ പ്രൊഡ്യൂസ്. അടുത്തത് GNO. നോ, അത് നോ തന്നെയാണ് അതിന്റെ മീനിങ്. അറിയുക. GNO ദാറ്റ് ഈസ് KNOW, നോ എന്നർത്ഥം വരുന്ന വേർഡാണ്. അടുത്തത് GRAM ഗ്രാം. സംതിങ് റിട്ടൺ ഓർ റെക്കോർഡഡ്. എന്തോ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഗ്രാം എന്ന് വിളിക്കുക. ആൻജിയോഗ്രാം കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അതിന്റെയൊക്കെ കൂടെ ചേർക്കാൻ പറ്റുന്നതാണ്. അപ്പൊ സംതിങ് റിട്ടൺ ഓർ റെക്കോർഡ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ഗ്രാം. അടുത്തത് ഗ്രാഫ് ആണ്. GRAPH. അത് റൈറ്റ് റെക്കോർഡ്, എഴുതുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക. അത് ആ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സാണ്. മറ്റേത് എന്താ? എഴുതി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഗ്രാഫ് എങ്കിൽ. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എഴുതുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക. മീൻസ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടൊന്നും തന്നെയല്ല എന്നോർക്കുക. അടുത്തത് HUMERUS. ദ ബോൺ ഇൻ ദ അപ്പർ ആം. നമ്മുടെ കൈയുടെ മുകൾ ഭാഗത്തുള്ള ഒരു എല്ല് കേട്ടോ, ആ ഒരു ബോൺ, അതിനെയാണ് HUMERUS എന്ന് പറയുന്നത്. ആ ഒരു റൂട്ട് വേർഡ്. അടുത്തത് IDI ഡിഫറെന്റ് ഓർ ഡിസ്റ്റിങ്ക്റ്റ്, വ്യത്യസ്തമായത്. ഡിഫറെന്റ് ഓർ ഡിസ്റ്റിങ്ക്റ്റ് എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്ന റൂട്ട് വേർഡ് IDI. അടുത്തത് IOD/O. അയോഡിൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അയോഡിൻ, ഉപ്പിനകത്തൊക്കെ ഉള്ളത് അയോഡിൻ എന്ന് തന്നെയാണ് അതിന്റെ മീനിങ് വരുന്നത്. IOD/O അയോഡിൻ ആണ്. അടുത്തത് ലാക്ടോ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. LACT മിൽക്ക് എന്നാണ് അർത്ഥം അല്ലെ? മിൽക്കിൽ അടങ്ങിയിരിക്കുന്നതാണ് LACT. അതുകൊണ്ട് തന്നെ അതിന്റെ മീനിങ് MILK മിൽക്ക് ആണ്. അടുത്തത് LINGU ടങ് കേട്ടോ. ടങ്ങിനെ സൂചിപ്പിക്കുന്ന ഒരു റൂട്ട് വേർഡാണ് LINGU എന്ന് പറയുന്നത്. LINGU ഫോർ ടങ്. അടുത്ത MEN മൗത്ത് ആണ്. MEN മൗത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന റൂട്ട് വേർഡാണ്. അടുത്തത് OCUL. OCUL എന്താണത്? IM. OCUL എന്ന് പറയുന്നത് കണ്ണിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു റൂട്ട് വേർഡാണ്. അടുത്തത് OV എഗ്. ഓവറിയിൽ ഫോം ചെയ്യുന്നത് എഗ്. EGG. ഓക്കെ. പാൽപേറ്റ്. PALPATE ടു ഇൻസ്പെക്ട് ബൈ ടച്ച്.
തൊട്ടൊക്കെ നോക്കി പരിശോധിക്കുക. അതിനെയാണ് പാൽപേറ്റ്, PALPATE എന്ന് പറയുന്ന റൂട്ട് വേർഡ്. ടു ഇൻസ്പെക്ട് ബൈ ടച്ച്. അടുത്തത് PED, ചൈൽഡ് ഓർ ഫുഡ്. ചൈൽഡ്, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ്, പീഡിയാട്രീഷ്യൻ അല്ലെ, പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്, അതാണ് PED എന്ന് പറയുന്ന ആ ഒരു റൂട്ട് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് PERCUSS, ഏതാണ്? ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്. തട്ടിയൊക്കെ നോക്കിയിട്ട്, തട്ടി നോക്കിയിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ പരിശോധിക്കുക. അതിന് ഉപയോഗിക്കുന്ന ഒരു റൂട്ട് വേർഡാണ് PERCUSS. ഇതൊക്കെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. ഏതെങ്കിലും രോഗികളെയൊക്കെ പരിശോധിക്കുന്നു, ഓപ്പറേഷൻ തിയേറ്ററിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിസിയോതെറാപ്പിയിലോ ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഇവരെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് they have to communicate something. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല ആളുകളുമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ പല കാര്യങ്ങളും ഷോർട്ട് ആയിട്ടൊക്കെ എളുപ്പം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ടേംസ് ആണ്. ഇതൊക്കെയായിരിക്കും അവർ ഉപയോഗിക്കുക. ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്, PERCUSS ആണ്. അടുത്ത PHOT, ഫോട്ടോജെനിക്. ഫോട്ടോ ഒക്കെ വരുന്നത് ലൈറ്റ്. നമുക്കറിയാം വെളിച്ചം വേണം എന്തായാലും. LIGHT എന്ന് പറയുന്ന ലൈറ്റ് എന്ന് പറയുന്ന മീനിങ് ആണ് PHOT. അടുത്ത PLEUR, റിബ്. റിബ് അല്ലെങ്കിൽ സൈഡ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നതാണ് PLEUR എന്ന് പറയുന്ന റൂട്ട് വേർഡ്. അടുത്ത PTO, ഫുഡ് കേട്ടോ. ഫുഡിനെ സൂചിപ്പിക്കുന്നതാണ് PTO. അടുത്ത PTYAL, അതാണ് സലൈവ, നീരാണ്. PTYAL സലൈവ. PYR, ഫയർ. ഫയറിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് PYR ആണ്. ആൻഡ് റേഡിയസ് ആണ്. ദാറ്റ് ഈസ് ദ ഫോർആം ബോൺ ഓൺ ദ തമ്പ് സൈഡ്. നമ്മുടെ ഈ തമ്പിന്റെ അവിടെയൊക്കെ ഉള്ള ഇങ്ങനെ റേഡിയസ് എന്ന് പറയുന്നത് വളഞ്ഞ പോലത്തെ, അതാണ് ഈ നമ്മുടെ വിരലിന്റെ ഫോറാം എന്ന് പറയുന്ന അറിയാലോ അല്ലെ. അതിന്റെ മുമ്പില് തമ്പിന്റെ അവിടെയുള്ള ഒരു മുകളിൽ കാണുന്ന തരം ഇല്ലാണ്. അതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു റൂട്ട് വേർഡാണ് റേഡിയസ്. ആൻഡ് ഇത് നമ്മൾ സാധാരണഗതിയിൽ ഈ റേഡിയസ് എന്തിനു ഉപയോഗിക്കാം? ലൈൻ വിച്ച് ഇസ് ഡ്രോൺ ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ ടു എനി പോയിന്റ് ഓൺ ദ സർക്കിൾ. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും സർക്കിളിന്റെ ഒരു പോയിന്റിലേക്ക് യോജിക്കുന്ന വര, അതിനെ നമ്മൾ റേഡിയസ് എന്ന് വിളിക്കും അല്ലെ. അല്ലെങ്കിൽ ഒരു സ്ഫിയറിന്റെ സെന്ററിൽ നിന്ന്, സ്ഫിയർ അറിയാതെ ഗോളത്തിന്റെ ഒരു സെന്ററിൽ നിന്ന് അതിന്റെ എഡ്ജിലേക്ക് വരയ്ക്കുന്നത്, ആ ഒരു ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ ഒരു വരയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയസ്. അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ബട്ട് ഇൻ മെഡിക്കൽ ടേംസിൽ ഈ നമ്മുടെ ഫോർ ആം, അതായത് നമ്മുടെ തമ്പിന്റെ ഭാഗത്തുള്ള ഫോർ ആം ഇല്ലേ, ആ ഫോർ ആമിന്റെ അവിടെ കാണുന്ന ഒരു എന്താ പറയാ അസ്ഥി, ബോണാണ് റേഡിയസ്. ഓക്കെ, സോ ലെറ്റ്സ് മാർക്ക്. ഏതൊക്കെയാണെന്ന് വെച്ചത് പറയാം. മാർക്ക് ചെയ്യാം. 32 മാർക്ക് ചെയ്യാം കേട്ടോ. GNO, KNOW, നോ എന്ന് പറയുന്ന മീനിങ് ആണ് 32. 34 ഗ്രാഫ് ആണ് കേട്ടോ. Then PED 44, 44th one PED, ചൈൽഡ് എന്ന മീനിങ്. അടുത്തത് 46th one ആണ്. 46th one PHOT, ഫോട്ടോ, അതിന്റെ ലൈറ്റ്, LIGHT. 46th one. 47 ഉണ്ട് PLEUR, റിബ് അല്ലെങ്കിൽ സൈഡ്. Then last one റേഡിയസ്. റേഡിയസിന്റെ ഫോറാം ബോൺ ഓൺ ദ തമ്പ് സൈഡ്. തമ്പിന്റെ അവിടെയുള്ള മുകളിലെ ഭാഗത്തൊരു എല്ല്. എത്ര എണ്ണം ഉണ്ട്? ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് ഇവിടെ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തേ. യെസ്, വെരി ഗുഡ്. അനദർ 6th one അല്ലെ. 6 എണ്ണം ഉണ്ട് വീണ്ടും. ഏതാണ്? റൂട്ട് വേർഡ്സ് ആണ് നമ്മളിപ്പോ എടുത്തോണ്ടിരിക്കുന്നത്. റൂട്ട് വേർഡ്സ് 1 തുടങ്ങി നമ്മളിപ്പോ എടുത്തു. 50 seconds. 52ാമത്തേതായി. ലേറ്റ് ആയി വന്നു പറഞ്ഞു ആരോ കേട്ടോ, അതുകൊണ്ടാണ് അതിന് മറുപടി കൊടുത്തതാണേ. അത് കുഴപ്പമില്ല, സാരമില്ല. 52ാമത്തെ റൂട്ട് വേർഡ് വരെ നമ്മളിപ്പോ പറഞ്ഞു. അതില് പിക്ക് ചെയ്ത നമ്പറുകളാണ് ഇപ്പൊ ഇവിടെ ടൈപ്പ് ചെയ്ത് കുറച്ച് പേര് ഇട്ടിരുന്നു. ഓക്കെ, ഓക്കെ. അടുത്ത പറയാം.
നോക്കട്ടെ. വേർഡ്സ് മാത്രമേ ഞാൻ എടുക്കുള്ളൂ. അബ്രിവിയേഷൻസ് ഓൾറെഡി അവിടെ ആതിര മിസ് തുടങ്ങിയിട്ടുണ്ട്. ധൃതി പിടിക്കണ്ട, അപ്പൊ അതുകൊണ്ട് ഓക്കെ. യെസ്, അപ്പൊ നമുക്ക് 53-ാമത്തോടെ പറയാം. REN, റിനൽ. റിനൽ എന്താ പറയാ, റിപ്പയർമെന്റ്, റീപ്ലേസ്മെന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചതാണ്. കിഡ്നിയാണ് റിനൽ റീപ്ലേസ്മെന്റ്, റിനൽ റിപ്പയർ മീൻസ് കിഡ്നി റീപ്ലേസ്മെന്റ്, കിഡ്നി റിപ്പയർ ഒക്കെയാണ്. REN അത് സ്റ്റാൻഡ്സ് ഫോർ കിഡ്നി. അതിന്റെ മീനിങ് അതാണ്. RETINA നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ എവിടേക്കോ പഠിച്ചിട്ടുണ്ട്. കണ്ണിന്റെ സ്ട്രക്ചർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ കേട്ടിട്ടുണ്ട് റെറ്റിന എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. കണ്ണിന്റെ ഒരു ഭാഗമായിട്ട് വരൂലേ, ഇന്നർ നെർവാണ്. ദാറ്റ് കണ്ടെയ്ൻസ് ലെയർ ഓഫ് ദ ഐ. കണ്ണിന്റെ ഒരു ലെയറിനകത്ത് വരുന്ന ഒരു ഇന്നർ നെർവാണ് കേട്ടോ, ഉള്ളിലുള്ള ഒരു ഞരമ്പ്. അതാണ് റെറ്റിന എന്ന് പറയുന്നത്. SANGU/N ആണ്. ആൻഡ് ഇറ്റ് റെപ്രസെന്റ്സ് ബ്ലഡ് ആണ് കേട്ടോ. ബ്ലഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വേർഡാണ് SANGU. ഓക്കെ. SEBUM, sebum, a fatty secretion of the sebaceous gland. ഗ്ലാൻഡിൽ നിന്നും പുറപ്പെടുന്ന ഒരു എന്താ പറയാ, കട്ടിപിടിച്ച ഒരു എന്താ പറയാ ഒരു തരം സബ്സ്റ്റൻസ് ആണ്. ഒരു സെക്രീഷൻ ആണ്, ഡിസ്ചാർജ് ആണ്. സ്കിന്നിന്റെ മുകളിൽ കൂടിയൊക്കെ വരുന്ന ഒരു തരം ഒരു സെക്രീഷൻ ആണ് കേട്ടോ. അത് SEBUM, sebum എന്നാണ് വിളിക്കുക. ഫാറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ കട്ടിയായിട്ടുള്ള ഒരു സെക്രീഷൻ ആണ്. സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്നും പുറപ്പെടുന്നതാണ്. അടുത്ത SECT, സെക്ഷൻ. ഇന്ന സെക്ഷൻ എന്ന് പറയില്ല, ഇത്ര രണ്ടായിട്ട് നമ്മൾ ഇതിനെ മുറിക്കുമ്പോൾ 2 സെക്ഷൻസ് ആണ്. SECT, കട്ട് എന്നാണ് മീനിങ്. അടുത്തത് SEPSIS, sepsis, the presence of microorganisms or their toxins in the blood. നമ്മുടെ ബ്ലഡില് മൈക്രോ ഓർഗാനിസംസിന്റെ സാന്നിധ്യം, അതല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിന്റെ വിഷാംശങ്ങളൊക്കെ അടങ്ങുക, ആ ഒരു അതിന്റെ ഒക്കെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു വേർഡാണ് SEPSIS. ഇനി മാത്രമല്ല, ടോക്സിക് കണ്ടീഷൻ കോസ്ഡ് ബൈ സച്ച് പ്രസൻസസ്. ഇതുകൊണ്ട് ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിൽ ഇത്തരം ഏതെങ്കിലും തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അതിൻ്റെതായ വിഷാംശങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ, അതാണ് സെപ്സിസ്. SEPSIS. അടുത്ത SEPT, സെപ്റ്റ്, വാൾ, ഡിവൈഡർ. ഓൾസോ 7, സെപ്റ്റാഗൺ എന്ന് നമ്മൾ പറയും. 7 സൈഡ്സ് ഉള്ള പോളിഗോണിനെ നമ്മൾ വിളിക്കുന്നത് സെപ്റ്റാഗൺ എന്നാണ്. അപ്പൊ 7നെയും സൂചിപ്പിക്കുന്നുണ്ട്. അത് സാധാരണ ഭാഷയിൽ കേട്ടോ, നമ്മുടെ മെഡിക്കൽ ടേംസിലല്ല, സാധാരണഗതിയിൽ 7നെ സൂചിപ്പിക്കുന്നതാണ് സെപ്റ്റ് എന്ന് പറയുന്നതിന്റെ ആ ഒരു സെപ്റ്റാഗണിന്റെ ഷോർട്ട് ഫോം ആയിട്ട് 7 സൈഡ്സ് ഉള്ള പോളിഗോണെ നമ്മൾ അങ്ങനെ വിളിക്കും. അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിൽ സെപ്റ്റ് 7 ആണ്. അതല്ല എങ്കിൽ വാൾ, ഡിവൈഡർ അല്ലെ, എന്താ പറയാ 2 ഇതായിട്ട് തരംതിരിക്കുന്നത്, ചുമര് എന്നൊക്കെയാണ്. സെറം, SERUM, the clear portion of the body fluids including blood. ബ്ലഡ് ഉൾപ്പെടെയുള്ള നമ്മുടെ ശരീരത്തിലെ ചില ബോഡി ഫ്ലൂയിഡ്സ്, അതിനെയാണ് അതിന്റെ ക്ലിയർ പോർഷൻ, അതിനെയാണ് നമ്മൾ സെറം എന്ന് വിളിക്കുക. SERUM. അടുത്ത സൈനസ് ആണ്. SINUS, cavity, channel or hollow space. ഒഴിഞ്ഞ അറ പോലത്തെ സ്ഥലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാനൽ ഒന്നുമില്ലാത്ത ആ ഒരു സ്ഥലം, അതിനെയാണ് സൈനസ് എന്ന് വിളിക്കുക. SOM/A, ബോഡി എന്നാണ് അതിന്റെ മീനിങ്. SOM/A, ബോഡി എന്ന മീനിങ് ഉള്ള റൂട്ട് വേർഡ് ആണ്. STIR, കോയിൽ. കോയിൽ എന്ന് പറഞ്ഞാൽ എന്താ, ചുറ്റുക എന്ന് പറയില്ല നമ്മൾ, ചുറ്റികയല്ല, ചുറ്റുക. The snake coils around his leg എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? പാമ്പ് അല്ല കാലിൽ ഇങ്ങനെ ചുറ്റി, ആ പണിയാണ് കേട്ടോ. STIR. STASIS, slowing or stopping of the normal flow of a fluid such as blood. നമ്മുടെ ബ്ലഡ് ഒക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ടല്ലോ, ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളുടെ ബ്ലഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബോഡി ഫ്ലൂയിഡോ ഇങ്ങനെ അമിതമായിട്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഇഞ്ചുറീസ് വരുമ്പോൾ ഒഴുകുമ്പോൾ അതിനെ ആ ഒഴുക്കിനെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ സ്ലോ ഡൗൺ ചെയ്യിപ്പിക്കുക, ആ ഒരു പ്രോസസ്. അതാണ് STASIS എന്ന് പറയുന്ന ആ ഒരു റൂട്ട് വേർഡ്. സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദ നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് സച്ച് ആസ് ബ്ലഡ്. ബ്ലഡിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്ലൂയിഡിന്റെയോ ആ ഫ്ലോയിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്, അതാണ് STASIS. നോർമൽ ഫ്ലോയിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. സാധാരണ അതൊക്കെ ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ അതിനൊന്ന് സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ അതിനൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. STATURE, stature, that is height, ഉയരം എന്നർത്ഥം വരുന്നതാണ് STATURE. STERN/O, ഏതാണത്?
സ്റ്റെർണം അല്ലെങ്കിൽ ബ്രസ്റ്റ് ബോൺ, ബ്രസ്റ്റിന്റെ അവിടെ ഉണ്ടാകുന്ന ബോണാണ് STERN/O സ്റ്റെർണം എന്നാണ് അതിന്റെ മീനിങ്. അല്ലെങ്കിൽ അതിന്റെ ബ്രസ്റ്റ് ബോൺ എന്ന് പറയാം. STOMA എനി ടൈനി ഓപ്പണിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി ലൈക്ക് പോർ. അതായത് ഈ നമ്മുടെ സ്കിന്നിലില്ലേ, സ്കിന്നിന്റെ അവിടെ ഈ രോമത്തിന്റെ ഒക്കെ അവിടെ ഇങ്ങനെ ഓരോ പോർസ് ഉണ്ട്, ഓരോ ചെറിയ സുഷിരങ്ങളൊക്കെ കാണാനും പറ്റില്ല അധികം. നമ്മളിപ്പോ വിയർക്കുമ്പോഴൊക്കെ അതിന്റെ പുറത്തുകൂടി ഇങ്ങനെ സ്വെറ്റ് ഒക്കെ വരുന്നതാണ് അല്ലെ. അപ്പൊ ഒരു ടൈനി ഓപ്പണിംഗ് ആണ്, വളരെ ചെറിയ ഭയങ്കര കുഞ്ഞ് ഒരു ഓപ്പണിംഗ് ഓൺ ദ സർഫസ് ഓഫ് ബോഡി, നമ്മുടെ ബോഡിയുടെ ഓപ്പണിംഗിൽ ഉണ്ടാകുക. അതാണ് പോർ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ദ ഓപ്പണിംഗ് ക്രിയേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ വാൾ ഫോർ ദ പാസേജ് ഓഫ് യൂറിൻ ഓർ ഫെസസ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ശരീരത്തിന്റെ ഇതിന്റെ ഭാഗത്തായിട്ട് താഴെ, വയറിന്റെ ഒക്കെ താഴെയായിട്ട് ഒരു സ്മോൾ പാസേജ് ഓഫ് യൂറിൻ പാസ് ചെയ്യാനും ഫേസ് പാസ് ചെയ്യാനും ഒക്കെ ഉള്ള ചെറിയ ഓപ്പണിംഗ്, അതിനെയൊക്കെ സ്റ്റോമ, STOMA എന്നാണ് ഇതിന്റെ റൂട്ട് വേർഡ് ആയിട്ട് പറയാം. TACT, ടാക്ട്. ടാക്ട് മീൻസ് ടാക്ടൈൽ. ടാക്ടൈൽ ഇമേജ് എന്ന് പറഞ്ഞാൽ സ്പർശിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ടച്ച്, സ്പർശനം, അതാണ് ടച്ച് എന്നാണ് അതിന്റെ മീനിങ് വരെ. TACT എന്ന് പറയുന്ന റൂട്ട് വേർഡ്. യെസ്, അണ്ടർലൈൻ ടിക്ക് ചെയ്യാം കേട്ടോ. 54th one, 54 റെറ്റിന. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും കുറച്ചൊക്കെ നമ്മള് ഫെമിലിയർ ആയിട്ടുള്ളതുമായിട്ടുള്ള ഇമ്പോർട്ടന്റ് വേർഡ്സ് ആണ് നമ്മൾ ടിക്ക് ചെയ്യാൻ പറയുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കാം. 54 റെറ്റിന. 57 SECT സെക്ട്, കട്ട് എന്ന് പറയുന്ന മീനിങ്. 57 സെക്ട്, കട്ടാണ്. അടുത്തത് SINUS സൈനസ്, സൈനസ്. 61 61ാമത്തെ ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് 67 ടിക്ക് ചെയ്യാം, സ്റ്റോമ. 68 ടിക്ക് ചെയ്യാം, ടാക്ട്. ഓക്കെ, എത്ര കിട്ടി? 6 തന്നെ അല്ലേ? 6 അല്ലേ? 6 തന്നെ ഇടല്ലോ. 1 2 4 5 6. ഓക്കെ, 5 ഉണ്ടല്ലോ. 2 5 6 ഉണ്ടല്ലോ. 6 ഉണ്ട് കേട്ടോ, ഉണ്ട് കിഡ്നി, അതുകൊണ്ട് 53 ഉണ്ട്. 53, 54, 57, 61, 67 and 68. ആ 53 ഉണ്ട് സീജ പറഞ്ഞപ്പോ വിട്ടുപോയി. 53 പറഞ്ഞില്ല, 54 തുടങ്ങിയാണ് പറഞ്ഞത്. അടുത്തത് 69 ടെട്രാ, TETRA, ടെട്രാ, 4 എന്നർത്ഥം വരുന്ന ഒരു റൂട്ട് വേർഡാണ് TETRA, ടെട്രാ 4. TOM, ടോം, കട്ട്. കേട്ടോ, ഇതൊക്കെ പല വേർഡുകളുടെയൊക്കെ ഇതിന്റെ അപ്പുറമൊക്കെ ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിക്കട്ടെ ഇത് വെച്ചത് എന്താണ്, ഇത് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഈ ഒരു മെഡിക്കൽ ടേംസ് ഉപയോഗിക്കാന്ന് നമ്മൾ ചിന്തിക്കും. അതല്ല, ഇത് മെയിൻ വേർഡ് ആണ്, മെയിൻ പാർട്ട് ഓഫ് ദ വേർഡ് ആണ്. ആ മെയിൻ വേർഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും സഫിക്സോ പ്രിഫിക്സോ ഒക്കെ ചേർത്താണ് മറ്റ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഉൾപ്പെടുത്തുക. പക്ഷെ ഇതൊരു ഷോർട്ട് ഫോംസ് ആണ്, ഈ പറയുന്ന കാര്യങ്ങളുടെ ഷോർട്ടായിട്ട് ഇവർക്ക് ഇത് ഉപയോഗിക്കാം. അപ്പൊ കട്ട് TOM. അടുത്ത TOXIC ടോക്സിക്, പോയിസണസ്, വിഷാംശമുള്ളത്. TOXIC പോയിസണസ് ആണ്. സാധാരണഗതിയിലും അത് തന്നെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. TRICH എന്താണ്? ഹെയർ. TRICH ഹെയറിനെ സൂചിപ്പിക്കുന്ന റൂട്ട് വേർഡ് ആണ്. UR യൂറിൻ, അത് തന്നെ, അത് നമുക്ക് UR എന്ന് കാണുമ്പോൾ യൂറിൻ എന്ന് പറയുന്ന വേർഡ് ആണെന്ന് ഓർക്കുക. അടുത്ത VRAIC വെരിക്കോസ്, വെരിക്കോസ് വെയിൻ കേട്ടോ. വെരിക്കോസ് വെയിൻ അറിയാം, സാധാരണ വെയിനിൽ നിന്നും കുറച്ചുകൂടി ഒരു അബ്നോർമൽ ആയിട്ടുള്ള എൻലാർജ്മെന്റ് ആ വെയിനിൽ ഉണ്ടാകും, അത് പുറത്തേക്ക് കൂടി വിസിബിൾ ആയിരിക്കും. വെരിക്കോസ് വെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. വെർട്ടിഗോ, VERTIGO, vertigo, a disordered sensation in which one's body or their surroundings are seen as moving. പ്രത്യേക ഒരു അവസ്ഥയാണ്, ഒരു പ്രത്യേക ഒരു ബോഡിയുടെ ഒരു സെൻസേഷൻ ഫീലിംഗ് ആണ്. അത് ചുറ്റുമുള്ളതൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ടോ എന്നൊരു ഫീലിംഗ്, അതാണ് VERTIGO, വെർട്ടിഗോ. VISCER ഇന്റേണൽ ഓർഗൻസിനെ സൂചിപ്പിക്കാനാണ് VISCER എന്ന് പറയുന്ന റൂട്ട് വേർഡ് ഉപയോഗിക്കാം. VISCER ഇന്റേണൽ ഓർഗൻസ്. അടുത്ത വിസ്കസ്, VISCOUS സ്റ്റിക്കി,
ഒട്ടിയിരിക്കുന്നത് എന്നർത്ഥമാണ് കേട്ടോ. ഒട്ടിയിരിക്കുന്നത് VISCOUS സ്റ്റിക്കി എന്നാണ് അർത്ഥം. HEN ഫോറിൻ മെറ്റീരിയൽ ആണ്. ഫോറിൻ മെറ്റീരിയൽസിനെ സൂചിപ്പിക്കാനായിരിക്കും XEN എന്ന് പറയുന്ന റൂട്ട് വേർഡ് ഉപയോഗിക്കുക. ആൻഡ് XER ഡ്രൈ ആണ്, ഡ്രൈനെ സൂചിപ്പിക്കാനാണ് XER എന്ന് പറയുന്ന റൂട്ട് വേർഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ മാർക്ക് ചെയ്യാം. അതില് മാർക്ക് ചെയ്യേണ്ടത് 71, 71ാമത്തെ ടോക്സിക്. ദെൻ 73 UR യൂറിൻ ടോക്സിക്. 73 യൂറിൻ. Then 75 vertigo VERTIGO. അടുത്തത് നമ്മളുടെ ഈ വെർട്ടിഗോ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഇംബാലൻസിങ് ആണ് കേട്ടോ. അത് നേരെ നിൽക്കാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചുറ്റുമുള്ളത് ഇങ്ങനെ കറങ്ങണ്ടോ എന്നൊരു ഫീലിംഗ് വരുന്നത് കേട്ടോ. ആ ഒരു ഇംബാലൻസ് ആണ് ഇതിന്റെ. Then അടുത്തത് VISCER കേട്ടോ. 76th ഇന്റേണൽ ഓർഗൻസ്. 76ാമത്തെ VISCER ഇന്റേണൽ ഓർഗൻസ്. ആൻഡ് 77 സ്റ്റിക്കി എന്ന മീനിങ് ഉള്ള VISCOUS ഡിസ്കസ് സ്റ്റിക്കി. ഓക്കെ, എത്ര എണ്ണമാണ് നമ്മള് മാർക്ക് ചെയ്തത്? 5 എണ്ണം. ഓക്കെ, 5 എണ്ണമാണ്. 71, 73, 75, 76, 77. ഓക്കെ, കറക്റ്റാ. 71, 73, 75, 76, 77. 5 എണ്ണം. അപ്പൊ മൊത്തം റൂട്ട് വേർഡ്സിൽ എത്ര എണ്ണം നമ്മൾ അണ്ടർലൈൻ ടിക്ക് കിട്ടും എന്ന് പറഞ്ഞേ. എത്ര റൂട്ട് വേർഡ്സ് നമ്മൾ ടിക്ക് ഇട്ടിട്ടുണ്ട്? റൂട്ട് വേർഡ്സ് ഇവിടെ ഫസ്റ്റ് 1 തുടങ്ങി 72, 79 ആണ് റൂട്ട് വേർഡ്സ് ഉള്ളത്. ഒന്നാമത്തെ തുടങ്ങി ഉള്ളതില് ആകെ 28 എണ്ണം അല്ലെ. ഓക്കെ, 28 എന്നാണ്. ബാക്കിയുള്ളവരൊന്നും എണ്ണി നോക്കുക കേട്ടോ, കറക്റ്റ് ആണോന്ന്. റൂട്ട് വേർഡ്സില് 28 എണ്ണം ടിക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ഷീജ പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ളവർക്ക് നോക്കുക അത് കറക്റ്റ് ആണോ എന്ന്. ഒരു 4 പേജ് എന്ന് പറയാൻ നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. ഇനി ഇതിൽ കൂടുതൽ ഞാൻ എടുക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മള് ഒന്നുകൂടി 10 വരെ ഉള്ളത് ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണേ. യശ്വന്ത് ചോദിക്കുന്നുണ്ട്. 1 തുടങ്ങി 10 വരെ ഉള്ളതിൽ ആ നമ്പർ ഒന്നുകൂടി ഒന്ന് ടൈപ്പ് ചെയ്യോ ആരെങ്കിലും? അശ്വന്ത് അക്കൗണ്ട് പേരുള്ള ആരോ ചോദിക്കുന്നുണ്ട്. പ്ലീസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇന്ന് റൂട്ട് വേർഡ്സ് മാത്രം അവിടെ തകർന്ന് നിർത്തട്ടെ. ഇനി ഇടയിൽ നിന്ന് മറ്റ് ടീച്ചർ എടുക്കുമ്പോ എടുക്കട്ടെ. ടീച്ചർ ഐ തിങ്ക് ആതിര മിസ് ഇന്നിപ്പോ അടുത്തവർ ആതിര KS ആതിര മിസ് ആയിരിക്കും കയറുക. അശ്വതി മിസ് ഇല്ലാത്തത് കൊണ്ട് അശ്വതി മിസ് വരാന്നാണ് വിചാരിച്ചത്. പക്ഷെ പുള്ളിക്കാരിക്ക് ഓക്കെ ആയിട്ട് ഒരു എന്താ പറയാ വരണ്ടേ. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ചിലതൊക്കെ അത്രയും ഹോസ്പിറ്റലിലെ മരുന്ന് മറ്റൊക്കെ തീർന്നാൽ നമ്മുടെ ബോഡി ഇച്ചിരി വീക്കായിരിക്കും. സോ അതുകൊണ്ട് നാളെ വരും. ഇന്ന് അടുത്ത അവർ ആതിര മിസ് ആയിരിക്കും എടുക്കുക. അപ്പൊ ആതിര മിസ് ഇവിടുന്ന് അബ്രീവിയേഷൻസ് തുടങ്ങിക്കോളും അല്ലെ? എടുത്തിട്ടില്ലല്ലോ, അബ്രീവിയേഷൻ തുടങ്ങിയിട്ടില്ലല്ലോ ആരും? തുടങ്ങിയോ? ഇല്ല. അപ്പൊ അബ്രീവിയേഷൻസ് ടീച്ചർ തുടങ്ങട്ടെ. റൂട്ട് വേർഡ്സ് നമ്മൾ ഇന്ന് എടുത്തത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 1 തുടങ്ങി 79 വരെയുള്ള റൂട്ട് വേർഡ്സ് ആണ് നമ്മൾ തീർത്തേക്കണം കേട്ടോ. നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേ. 30 മുതൽ അടുത്ത ചോദ്യം 30 to 51 വരെയുള്ളതിൽ ഏതൊക്കെയാണ് ടിക്ക് ചെയ്തത് ഒന്ന് പറഞ്ഞു കൊടുക്കുക. നമ്പർ ഇട്ട് കൊടുക്കുക. 30 മുതൽ 51 വരെയുള്ള
ഈ അബ്രീവിയേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ മാത്രമാണോ ഇനി പെൻഡിങ് ഉള്ളത്? ഒന്ന് കൺഫേം ചെയ്യാമോ? വേറെ ഒരു ചാപ്റ്റേഴ്സും ഇല്ലല്ലോ ബാക്കി? ഐ തിങ്ക് വന്ദന മിസ് എടുക്കുന്ന ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം കൂടി ഉണ്ടായിരിക്കും. ഈ ഒരു വീക്ക് ഫുൾ ഉണ്ട് ഇല്ലേ? പറഞ്ഞാൽ നിങ്ങൾ അങ്ങനത്തെ ചില കാര്യങ്ങളൊന്ന് എനിക്ക് ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ പറ്റില്ല. ആരെങ്കിലും ഒന്ന് പറയും. എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തോ, കവർ ചെയ്തോ? ആരുമില്ല എവിടെ പറയാനായിട്ട്? 68 മുതൽ 79 വരെ, 68 to 79 വരെ ഉള്ളതില് ചോദിക്കുന്നുണ്ട്. ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? എനിക്ക് സൗണ്ട് കേൾക്കണില്ല കേട്ടോ. ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്തു. ഇവിടെ നിന്ന് ഓൾ മ്യൂട്ട് കൊടുത്തതൊക്കെ ഞാൻ മ്യൂട്ട് മാറ്റി. സ്റ്റിൽ ഐ കനോട്ട് ഹിയർ യു ബിക്കോസ് നിങ്ങളൊന്നും മിണ്ടല്ലേ. ഇപ്പൊ പിന്നെ ഞാൻ കേൾക്കുന്നു. ഞങ്ങൾ എന്തെങ്കിലും പറയാനല്ലേ ടീച്ചർ കേൾക്കുള്ളൂ. ഷോ ആരെങ്കിലും ഒന്ന് പറയേ. വന്ദന മിസ് എടുക്കുന്ന ചാപ്റ്റർ മാത്രമല്ല ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അത് മാത്രമല്ല ഈ നമ്മുടെ അബ്രീവിയേഷൻ, മീൻസ് മെഡിക്കൽ ടേംസും അല്ലെ, മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററും ആംബുലൻസ് സർവീസോ എന്താ എടുത്തോണ്ടിരിക്കുന്നത് വന്ദന മിസ്? അത് മാത്രമല്ലേ ഉള്ളൂ? ആ രണ്ടും മാത്രമല്ലേ ഉള്ളൂ? ബാക്കിയെല്ലാം കംപ്ലീറ്റഡ് അല്ലേ? 15 + 13 28 ചാപ്റ്റേഴ്സ് ഉണ്ട്. 28 ചാപ്റ്റർ ആണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളില് മൊത്തത്തിലുള്ളത്. ആദ്യത്തെ മൊഡ്യൂളില് 13 ചാപ്റ്റേഴ്സ്, രണ്ടാമത്തെ മൊഡ്യൂളില് 15 ചാപ്റ്റേഴ്സ്, അങ്ങനെ 28 എണ്ണം. അതില് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന ഇനി തീരാനുള്ളത്, ദാറ്റ് മീൻസ് ബൈ ദിസ് വീക്ക്, ഈ ഒരു വീക്കിന്റെ എൻഡ് കൊണ്ട് നമുക്ക് തീർക്കേണ്ടതാണ് അവർ രണ്ടുപേരും എടുക്കുന്ന ഒരു ചാപ്റ്ററിന്റെ ബാക്കി. ഓക്കെ, അത്രയും തന്നെ ഉള്ളൂല്ലോ. ഇനി ലാസ്റ്റ് വരുമ്പോ അയ്യോ അടുത്ത വെള്ളിയാഴ്ച ആവാറാവുമ്പോ ടീച്ചറെ ഈ ഒരു ചാപ്റ്റർ എടുത്തിട്ടില്ലട്ടോ ആരും എന്നൊക്കെ പറഞ്ഞു വരരുത്, ദൈവത്തെ ഓർത്ത്. ഓക്കെ, കാരണം ഓൾറെഡി നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടിയോ? എക്സാം ടൈം ടേബിൾ കിട്ടിയോ? കിട്ടി. അതിന്റെ ഇവിടെ അടിക്കണ അടിയുടെ ഞെട്ടല് കൂടാണ്ട് ടൈം ടേബിളിന്റെ ഞെട്ടലും കൂടി ഇരിക്കുന്നത്. ആഹാ, അത് ശരി. ഞെട്ടിയിട്ടാണ് നിങ്ങൾ ആരും മിണ്ടാത്തേ. മിണ്ടാതിരിക്കുമ്പോ ഞാനും ഇവിടെ ഇരുന്ന് ഞെട്ടാണ്. ഈ പിള്ളേരെന്താ കേൾക്കണല്ലേതാവുമെന്ന് വിചാരിച്ചിട്ട് പറയണ്ടേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ. പരീക്ഷ പക്ഷേ ഉണ്ടല്ലോ, ഐ തിങ്ക് നിങ്ങൾ കുറച്ച് ലക്കുള്ളവരാണെന്ന് തോന്നുന്നത്. സാധാരണഗതിയിൽ നമ്മളിവിടെ എന്താ പറയാ, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ, ഇപ്പൊ ആദ്യത്തെ 2 മൊഡ്യൂൾ കഴിയുമ്പോ എക്സാം ഉണ്ടല്ലോ, ആ എക്സാമിന് സാധാരണഗതിയിൽ ഒരു 2 ദിവസത്തെ ഗ്യാപ്പാണ് കൊടുക്കുക എക്സാമിന് വേണ്ടി. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു 2-3 ദിവസം അധികം കിട്ടിയിട്ടുണ്ട്. ഒരു വീക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു പരീക്ഷയ്ക്ക് പഠിക്കാൻ, പ്രിപ്പയർ ചെയ്യാൻ. ഉണ്ടോ? അല്ലേ? ഈ ആഴ്ച നമ്മുടെ ക്ലാസ്സസ് തീരും. ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്ക്, ദാറ്റ് മീൻസ് ഫ്രൈഡേ നമ്മുടെ മൊത്തം തീരും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ എക്സാം തന്നെ എന്ന് പറഞ്ഞേ? 23rd-നാണ്. അതെ, 23rd-നാണ് പരീക്ഷ വരുന്നുള്ളൂ. ഈ ആഴ്ചയുടെ അവസാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 14, 15, 14-ാം തീയതി ആണ് വെള്ളിയാഴ്ച. ഓക്കെ, യെസ്. അപ്പൊ നമുക്കറിയാം 14-ാം തീയതി തീർന്നു കഴിഞ്ഞാൽ പിന്നെ 23-ാം തീയതി ഉള്ളു. അപ്പൊ അത്രയും ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ പഠിക്കാൻ. ഞാനതാ പറഞ്ഞത്, നിങ്ങൾക്ക് കുറച്ച് എന്തോ ഭാഗ്യമുണ്ട്, കുറച്ച് കൂടുതൽ ദിവസം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. 10 ദിവസം മതി. 28 ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ 2 മൊഡ്യൂളില് അല്ലെ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളൊക്കെ നിങ്ങൾ കമ്പാരിറ്റീവ്ലി കമ്പയർഡ് ടു തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂള് കുറച്ചുകൂടി എളുപ്പമുള്ളതാണ് കേട്ടോ. 1-2 മൊഡ്യൂൾസ്, 3-4 മൊഡ്യൂൾസ് കുറെ മാനേജ്മെന്റ് ആ ഒരു സെക്ഷനിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് കൂടുതൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് കൂടുതലുള്ളത്. അപ്പൊ അത് കുറെ ഇങ്ങനെ നമുക്ക് വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ പെട്ടെന്ന് ഇച്ചിരി അങ്ങനെ തലയിൽ കയറുന്ന കാര്യമായിരിക്കും. അപ്പൊ കുറച്ച് സമയം നമുക്ക് അതിന് വേണ്ടി വരും. ഓക്കെ, അത് കുഴപ്പമില്ല, പേടിക്കുന്നു വേണ്ട. നിങ്ങൾ വിചാരിച്ചു ഇപ്പൊ തന്നെ ഞെട്ടിന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ഞെട്ടിക്കാണ് ഇരിക്കുകയാണെന്ന് വിചാരിക്കും. പറഞ്ഞതാണ് ഞാൻ, ജസ്റ്റ് ഒരു സത്യം പറഞ്ഞു മാത്രം. ഓക്കെ, അപ്പൊ നിങ്ങള് അതനുസരിച്ച് കിട്ടുന്ന സമയം പാഴാക്കാതെ എല്ലാ ദിവസവും ഇത്ര സമയമെങ്കിലും ഞാൻ അത് പഠിച്ച് ഓരോരോ ചാപ്റ്റേഴ്സ് വെച്ചിട്ടൊന്ന് റിവൈസ് ചെയ്യാം. തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റുകള്, പിന്നെന്താ ടീച്ചേഴ്സ് അണ്ടർലൈൻ ചെയ്ത് തരുന്നത്, ഓക്കെ, അങ്ങനെയുള്ളതൊക്കെ വായിച്ച് പഠിക്കുക. അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഭാഗം പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ വായിക്കണം. മൊഡ്യൂൾസിലെ ഓരോ ടോപ്പിക്കുകളൊക്കെ ഓരോന്ന് വായിച്ചു നോക്കാം.
വായിച്ചു നോക്കിയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പരീക്ഷ ചെയ്ത് വെറുതെ നമ്മൾ ഒരു മോഡലല്ലേ, ഫൈനൽ എക്സാമിൻ്റെതല്ലേ. എക്സാം ടൈമില് നമുക്ക് എക്സാം പറഞ്ഞോ. സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടില്ല. ചോദിച്ചു എന്താ വെച്ചാ ഞാൻ റൂട്ട് വേർഡ്സ് പറഞ്ഞ് നിർത്തി. ഇന്നത്തേക്ക് അത് മതി. ഞാൻ 4 പേജ് ആ റൂട്ട് വേർഡ്സ് നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു ടോപ്പിക്കും ആയതുകൊണ്ടും ഇങ്ങനെ ഇരുന്ന് വെറുതെ പറയുമ്പോ ആർക്കായാലും ബോറടിക്കും. അപ്പൊ അതുകൊണ്ട് ഞാനത് അവിടെ നിർത്തി. റൂട്ട് വേർഡ്സ് മാത്രമേ എടുക്കുള്ളൂ വിചാരിച്ചിട്ട് തന്നെ എക്സാം ടൈമില് നമുക്ക് പറയേണ്ട എക്സാം ടൈമില്. അയ്യോ ബാക്കി കേൾക്കണില്ലല്ലോ. കേൾക്കാൻ പറ്റുണ്ടോ ആർക്കെങ്കിലും? അത് വേറെ ദിവസത്തേക്കോ അങ്ങനെയെങ്കിലും അറ്റൻഡ് ചെയ്യാനാവോ? പകുതി കേട്ടില്ലടാ അശ്വന്ത്. അതായത് ഈ എക്സാം ടൈമില് നമുക്ക് ഈ എക്സാമില് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, വർക്കൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോ അത് വീണ്ടും ചെയ്യാനാവുമെന്നാണ് ചോദിച്ചത്. വർക്ക് ഉള്ള സ്ഥലത്താണെങ്കിലും നമുക്ക് ആ ടൈമിൽ കയറിയിട്ട് ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് ഓൺലി 20 or 30 minutes. അതിൽ കൂടുതൽ എടുക്കാൻ വഴിയില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സൗകര്യത്തിൽ എവിടെയാ വെച്ചിട്ടാണെങ്കിലും നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഡിവൈസ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ട്. നമുക്ക് ആ ഗൂഗിൾ എന്താ പറയാ, നിങ്ങൾക്ക് വാട്സപ്പിലായിരിക്കുള്ളൂ എക്സാമിന്റെ ലിങ്ക് വരിക. അപ്പൊ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് അത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ മോഡലിന് നമ്മൾ അങ്ങനെ വേറെ എക്സാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഫൈനൽ എക്സാമിനൊക്കെ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ there will be some solution. അവിടെ എന്തെങ്കിലും ഉത്തരം അതിനുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിലും മോഡൽ എക്സാം നമുക്ക് വർക്കിങ്ങിലാണെങ്കിലും ഒരു 10-15 മിനിറ്റ് നിങ്ങൾ എത്രത്തോളം സ്പീഡ് ഈ പറയുന്ന ഡിവൈസ് ഒക്കെ ആമ്പിളരൊക്കെ ആകുമ്പോൾ വേഗം ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എത്രത്തോളം നമ്മൾ ഇതിനെ യൂസ് ചെയ്യാനായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നു അത്രയും സ്പീഡിൽ നമുക്ക് ചെയ്യാം. അപ്പൊ അധികം സമയമൊന്നും എടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 100 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. ഒബ്ജക്റ്റീവ് ടൈപ്സ് ആണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് യു ഹാവ് ടു സെലക്ട് ദ കറക്റ്റ് വൺ. അത്രേ ഉള്ളൂ കാര്യം അല്ലെ. കറക്റ്റ് ആൻസർ നമ്മൾ സെലക്ട് ചെയ്യുക, കൊടുക്കുക. ആൻഡ് അറ്റ് ദ എൻഡ് സബ്മിറ്റ് ഉണ്ടായിരിക്കും. ആ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കത് എവിടെയാണെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. അവർ ടൈം പറയുമ്പോൾ മിക്കവാറും ചിലപ്പോൾ ഉച്ചയ്ക്ക് ആയിരിക്കും. ഉച്ചയ്ക്ക് മീൻസ് ചിലപ്പോൾ 11:30 to 12:30 ആയിരിക്കാം, അല്ലെങ്കിൽ 1:30 to 2:30 ആയിരിക്കാം. സോ നമ്മളുടെ ആ ഒരു സമയത്തിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ആ ഒരു സമയത്താണ് കൊടുക്കുക. എവിടെയാണെങ്കിലും നമുക്ക് എന്താ പറയാ സമയം തന്നിട്ടുണ്ടോ? യെസ്, സമയം കൊടുത്തിട്ടുണ്ടെന്ന് 2 to 3. സമയം ഓക്കെ, ടൈം ടേബിൾ വന്നല്ലോ. 2 to 3 ആണ്. അപ്പൊ ഒരു സമയത്ത് 2 മണിക്ക് നമ്മളുടെ ഉച്ചയ്ക്കത്തെ ഹാഫ് ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വർക്കിങ്ങിലേക്ക് എൻഗേജ്ഡ് ആകുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് എവിടെ ഇരുന്നിട്ടാണെങ്കിലും ചെയ്യാലോ. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാണ്, നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അതിനിടയിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർ പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വലിയ കുറെ സമയം എടുത്ത് ചെയ്യുന്ന കാര്യമാണെങ്കിലല്ല, വളരെ കോൺസെൻട്രേഷൻ ഒക്കെ കൊടുത്ത് ചെയ്യുന്ന കാര്യമല്ല. ഇതുപോലെ പെട്ടെന്നോട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം വേഗം നമ്മൾ ആൻസർ കൊടുത്ത് ഇവിടെ തന്നെ ഇരുന്നാണെങ്കിലും ഐ ക്യാൻ അറ്റൻഡ് ദ എക്സാം അല്ലെ. പറ്റൂലേ? പറ്റൂലേ? പറ്റൂ. അശ്വന്ത് അപ്പൊ ഒന്ന് ട്രൈ ചെയ്യാട്ടോ അശ്വന്ത്. നിങ്ങളുടെ ജോലിയെയും ബാധിക്കാത്ത രീതിയിൽ, കൺവീനിയന്റ് ആകുന്ന രീതിയിൽ അത് അറ്റൻഡ് ചെയ്യാം കേട്ടോ. എന്താ വെച്ചാൽ മോഡൽ എക്സാം നമ്മൾ പറയും അത് മോഡലല്ലേ, കുഴപ്പമില്ല. പക്ഷെ ഒരു മോഡൽ എഴുതുമ്പോൾ നമുക്ക് ഹൗ ടു ഗിവ് യുവർ ഫൈനൽ എക്സാംസ് അതിനുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ്. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാനും ഒക്കെ പറ്റും അല്ലെ. അപ്പൊ അതുകൂടി ആ ഒരു സ്പീഡും ഒക്കെ കിട്ടാനും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അയ്യോ ഇത് ഇങ്ങനെയായിരുന്നോ, ഇത് വേറെ ആയിപ്പോയോ, ഞാൻ കൊടുത്ത ആൻസർ മാറിപ്പോയി എന്നുള്ള ആ ഒരു തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ തിരുത്താനും കറക്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും പറ്റും. അതിനാണ് ഈ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞ് പിന്നെ തേർഡ് ഫോർത്ത് മൊഡ്യൂൾ കഴിഞ്ഞ് നമ്മൾ എക്സാം വെച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒന്ന് അതിന് വേണ്ടിയിട്ട് ഒരുക്കുക എന്നുള്ളതാണ്. യെസ്, അപ്പൊ പറ്റുമോ? അപ്പൊ അതനുസരിച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നേരെ അടുത്ത ഇനി പറയാ എക്സാം കഴിഞ്ഞിട്ട് കാണാമെന്നൊക്കെ പറയാനൊന്നുമില്ല. പറയാൻ പറ്റില്ല, മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. ചിലപ്പോൾ അടുത്ത ക്ലാസ്സിൽ കയറേണ്ടി വരും ആരുടെയെങ്കിലും വേണ്ടി. അതുകൊണ്ട് പഠിക്കുക നല്ലതായിട്ട്. ഇന്നെടുത്ത റൂട്ട് വേർഡ്സ് ഒക്കെ നന്നായിട്ട് വായിച്ചു. 28 എണ്ണം നമ്മുടെ റൂട്ട് വേർഡ്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 28 എണ്ണം. അപ്പൊ 79 എണ്ണത്തിലാണ്. 80 എണ്ണം എന്ന് വിചാരിക്കാം. അതിൽ 28 എണ്ണം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നന്നായിട്ട് പഠിക്കാം. സോ സി യു. ബൈ. താങ്ക് യു. Thank you, Miss. Thank you, ma'am. Thank you, ma'am. Thank you all.
ഇംഗ്ലീഷ് ക്ലാസ്സാണ് ഞാൻ എടുത്തെത്തി പോയിട്ട്